ഞാൻ ഒരു രസകരമായൊരു വീഡിയോ ചെയ്തു. എന്താ വെച്ചാൽ ഒരാളോട് ഇതും സംവാദം പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്കൊരു വീഡിയോ കാണിച്ചു തന്നു. അതായത് ലോകത്തെ ഏറ്റവും പ്രമുഖരായ 10 ശാസ്ത്രജ്ഞന്മാർ ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു ഏർപ്പാട് തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ജീവൻ ഉണ്ടാക്കാനുള്ള അതിൻ്റെ ഏതാണ്ട് ഈ പ്രക്രിയ ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ അവർ പറയുന്നതിൻ്റെ നിഷേധമാണ് എന്ന് പോലും മനസ്സിലാവുന്നില്ല. അവിടെ ശാസ്ത്രജ്ഞന്മാർ കൂടി ചേർന്നിട്ടുണ്ട്. ക്രിസ്റ്റീന കൗച്ച് പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഭൂമി മാത്രമല്ല, അതിനെ പൊതിഞ്ഞിരിക്കുന്ന കറുത്ത ശൂന്യതയും തന്നെ അത്ഭുതപ്പെടുത്തി. പ്രപഞ്ചത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു ജീവൻ രക്ഷാ ബോട്ട് പോലെയാണ് ഭൂമിയെന്നും അവർ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അവിടെ പോയി അവിടുന്ന് നോക്കുമ്പോൾ, ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അവർ പറഞ്ഞ വാചകങ്ങൾക്ക് ഒരു ജീവൻ രക്ഷാ ബോട്ട് പോലെ തോന്നി എന്നതാണ്. ഈയിടെയാണ് അമേരിക്കയുടെ ബഹിരാകാശ സംവിധാനമായ നാസ ഒരു ചാന്ദ്ര ദൗത്യം പൂർത്തിയാക്കിയത്. ചന്ദ്രനെ അമേരിക്കയുടെ ഒരു ടീം വലയം ചെയ്ത് തിരിച്ചെത്തി അവരുടെ യാത്രയുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന വീഡിയോ ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും. അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ കേവലം ശാസ്ത്രീയമായ വിഷയങ്ങൾക്കപ്പുറം ഏതാനും മാനുഷികമായ ചില വിഷയങ്ങൾ കൂടി അവരുടെ വൈകാരികമായ അനുഭവ വിശദീകരണത്തിൽ നമുക്ക് കാണാനിടയായി എന്നത് ആ വീഡിയോ കേൾക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ കാണുന്നത്? അല്ല, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, സാധാരണ ഇത്തരത്തിലുള്ള ഈ ശാസ്ത്രീയ നേട്ടങ്ങളൊക്കെ വലിയ ആഘോഷമാക്കി മാറ്റാറുള്ളത് ശാസ്ത്രവാദികളാണ്. അവർ ഏതാണ്ട് സൈലൻ്റാണ്. അതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ പോയ ആളുകൾ പോകുന്നതിൻ്റെ തൊട്ട് മുൻപും തിരിച്ചു വന്നതിന് ശേഷവും പറഞ്ഞ കാര്യങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാൽ തങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ശാസ്ത്രബോധത്തിന് അല്ലെങ്കിൽ തങ്ങളിലാണ് ഉന്നയിക്കുന്നതാണ് ഏറ്റവും വലിയ ശാസ്ത്രീയ സത്യമെന്നുള്ളത് പൊളിയുമെന്നുള്ളതുകൊണ്ടാണ്. കാരണം 2 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒന്നെന്താ വെച്ചാൽ അവർ വളരെ വിനയാന്വിതരായിട്ടാണ് സംസാരിക്കുന്നത്, നന്ദിയോടെയാണ് സംസാരിക്കുന്നത്, ദൈവത്തെ സ്മരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. 2, ഈ ഭൂമിയെക്കുറിച്ച് ഭൂമിയിൽ നിന്ന് അല്പസമയം നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ എത്രമാത്രം മനോഹരമായിട്ടാണ് ഈ ഭൂമി സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യന് വേണ്ടി ആരോ അത് നമ്മൾ പറയുന്ന പോലെ തൊട്ടിൽ പോലെ പരവതാനി പോലെ ഒരുക്കി വയ്ക്കപ്പെട്ടിട്ടുള്ളതെന്നും അതിനുവേണ്ടി നമ്മുടെ യഥാർത്ഥത്തിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു മെഷറാണ് നമുക്ക് ആവശ്യമുള്ളൂ. അവിടെ പോലും നമ്മൾ പരാജയപ്പെടുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അവർ വീണ്ടും വീണ്ടും വാചാരരാവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, ശാസ്ത്രത്തിന് ആളുകൾ തന്നെ പലപ്പോഴും 2 രീതിയിലാണ്. ഒന്നെന്താ വെച്ചാൽ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഈ രഹസ്യങ്ങൾ അത് മനസ്സിലാക്കാനും അതിലൂടെ അതിൻ്റെ പിറകിലുള്ള സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് സൃഷ്ടാവിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും അതിലൂടെ ആ ദൈവത്തെ പ്രകീർത്തിക്കാൻ ശ്രമിക്കുക, നന്ദി കാണിക്കുകയൊക്കെ ചെയ്യുന്നൊരു വിഭാഗമുണ്ട്. അങ്ങനെ എന്താണ് ശാസ്ത്രങ്ങളിൽ വലിയൊരു വിഭാഗങ്ങളുണ്ട്. മറ്റൊരു വിഭാഗം ആരാ വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കഴിവിൽ പെട്ടതാണ് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചതാണ്, ദൈവം നിയന്ത്രിക്കുന്നതാണ് എന്നൊക്കെ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങളൊക്കെ പിടികിട്ടിയെന്ന് പറയുമ്പോഴേക്ക് ദൈവമില്ല, ഇതൊന്നും ദൈവമല്ല സൃഷ്ടിച്ചത്, ദൈവമല്ല നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവാസ്തിക്യത്തെ നിഷേധിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രവണത. ഇത് ഇപ്പം നമ്മൾ ഈ ആൽക്കമി എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, ഇതിൻ്റെ പഴയ ചരിത്രമൊക്കെ ഇട്ട് കഴിഞ്ഞാലും നമുക്കറിയാം. ഇപ്പോൾ ഈ ആധുനിക ഈ കെമിസ്ട്രിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു മെറ്റലും സ്വർണ്ണമാക്കി മാറ്റാൻ പറ്റുമെന്നുള്ള ഒരു വ്യാമോഹമോ വിശ്വാസമോ ഈ 12-13 ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്രാൻസിസ് ബേക്കണിനെ പോലുള്ള ആളുകൾ ഇവരതിന് വേണ്ടി എന്ത് ലായനിയിലിട്ടാലാണിത് പിന്നെ സ്വർണ്ണമായി മാറുക എന്നുള്ള ഒരു പരീക്ഷണത്തിന് വേണ്ടി പല തരത്തിലുള്ള ലായനികളൊക്കെ ഉണ്ടാക്കി പല സാധനമൊക്കെ ഇട്ട് പരീക്ഷിച്ചതാണ്. ഇതിൽ നിന്നാണ് ഒരു ശാസ്ത്രശാഖ രൂപപ്പെടുന്നത്. അപ്പോൾ ഒരു വ്യാമോഹം ഒരു ശാസ്ത്രശാഖയായിട്ട് മാറുകയാണ്. പക്ഷേ ഇവിടെ ചിലവർക്ക് ഈ വ്യാമോഹം തീർന്നിട്ടില്ല. വ്യാമോഹം എന്താണ്? എന്തെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തെ നിഷേധിക്കാമെന്ന് പറയാമെന്നുള്ള വ്യാമോഹം. ഈ വ്യാമോഹം വെച്ചുകൊണ്ടാണ് ഇപ്പം നമുക്കറിയാം, ഗലീലിയോയും കോപ്പർനിക്കസും അവർ പിന്നെ ഭൂമിയല്ല പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞതോടെ കുറേ പേർക്ക് എന്ത് ചെയ്തു, പിന്നെ അത് ദൈവത്തെ നിഷേധിക്കാനുള്ള സാധ്യതയാവാണ്. എന്തുകൊണ്ട്? ബൈബിളിൽ അങ്ങനെയാണ്
പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ബൈബിൾ ഡിസ്പ്രൂവ് ചെയ്യപ്പെട്ടു. അപ്പോൾ ബൈബിൾ ഡിസ്പ്രൂവ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഇനി അത് ദൈവീയ ഗ്രന്ഥമല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ദൈവം ഇല്ല എന്ന് നീയാണ്. ഒരു ഭാഗത്ത് ഖുർആൻ നിൽക്കുന്നുണ്ട്, കുല്ലും ഫി ഫലക്കിൻ യസ്ബഹൂൻ എന്ന് പറയുന്ന ഖുർആൻ അവിടെ ഉണ്ട്. അല്ലെങ്കിൽ അത്തരം അന്വേഷണങ്ങളൊന്നുമില്ല. ഈ ഒറ്റ ഇത് വെച്ച് എന്ത് ചെയ്യുക, ദൈവത്തെ നിഷേധിക്കാൻ തന്നെ. പിന്നെ ഇപ്പോൾ ഒരു കാരണം വെച്ചാൽ ഈ ശാസ്ത്രവാദികൾ മാത്രമല്ല കേട്ടോ ദൈവത്തെ നിഷേധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സ്വന്തം ദേഹേച്ഛയ്ക്കനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവർക്ക് മതവും ധാർമ്മിക മൂല്യങ്ങളൊക്കെ വലിയ തടസ്സമാണല്ലോ. അതുകൊണ്ടെന്ന് ചിലപ്പോൾ ഈ പറയുന്ന എപ്പിക്യൂറിയൻസും ഈ ചർവാകന്മാരും ആഗ്നേയവാദികളൊക്കെ ആ നിലയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ശ്രമങ്ങൾ വളരെ വ്യാപകം. ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ വരുന്നതോടെ പ്രപഞ്ചം ചലിക്കുന്ന ദൈവം ചെയ്തിട്ടൊന്നുമില്ല, അതിന് കൃത്യമായിട്ടുള്ള ചലന നിയമങ്ങളുണ്ട്. അതുകൊണ്ട് ആ ചലന നിയമങ്ങളനുസരിച്ച് കൊണ്ട് അങ്ങനെ പോവുക എന്നാണ്. ഈ ചലന നിയമങ്ങൾ എങ്ങനെ വന്നു, ആര് നിശ്ചയിച്ചു എന്നുള്ള ചോദ്യത്തിനൊന്നും അവർക്ക് ഉത്തരം വേണ്ട. അപ്പോൾ ഇനി എങ്ങനെയാണിത് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന ചോദ്യത്തിന് സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്നൊരു സാധനം ഒരു കൊണ്ടുവരുന്ന തിയറിയാണ്. എന്താണ്, ഇതെന്നും ഇങ്ങനെ തന്നെ ആയിരുന്നു. എങ്ങനെയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പിറകിലൊരു ദൈവമോ അതിനെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമോ സൃഷ്ടിച്ചോ ദൈവമോ ആവശ്യം ഇല്ല എന്ന് ഒറ്റയടിക്കാണ് പറയുകയാണ്. പിന്നെയോ ഈ ഡാർവിൻ്റെ ഒരു പരിണാമ സിദ്ധാന്തം ഒരു സിദ്ധാന്തമായി അവതരിപ്പിക്കുന്നതോടെ ആ മനുഷ്യനെ സൃഷ്ടിച്ചോ അല്ലെങ്കിൽ ജീവജാലങ്ങൾ സൃഷ്ടിച്ചോ ഒന്നും ദൈവമല്ല, അതിങ്ങനെ പിന്നെ ജീവനില്ലാത്തയില്ലെന്ന് ഒരു ഏകകോശ ജീവി ഉണ്ടായി, എന്നിട്ട് അതെന്ത് ചെയ്തു, ബഹുകോശമായി അങ്ങനെ പിന്നെ പരിണമിച്ച് അങ്ങനെ ഉണ്ടായി എന്താണെന്നുള്ള ഒരു കഥയിലേക്ക് വേഗം കൊണ്ടുപോയിട്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. ജീവനില്ലാത്ത ഒരു വസ്തുവിൽ നിന്ന് എങ്ങനെയാണ് ജീവൻ ഉണ്ടാവുന്നത്, അതിൻ്റെ സാധ്യത എത്രത്തോളമാണ്, അതിന് ശാസ്ത്രീയമായിട്ട് നമുക്ക് ആ സാധ്യതയെ അളക്കാൻ പോലും കഴിയുമോ എന്നതൊന്നും അവിടെ വിഷയമില്ല എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് വന്നപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ആറ്റമിക് തിയറി, അതിൻ്റെ ഇത് വരുന്നതോടെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ബൈബിളാണെങ്കിലും ഖുർആനാണൊക്കെ പറയും ചിലൊരു ഗ്രാൻഡ് ഡിസൈൻ ഉണ്ട്, എല്ലാം കൃത്യമായിട്ടാണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു കവോട്ടിക് ആണ് ഈ പ്രപഞ്ചത്തിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞതോടെ, ചില അവ്യവസ്ഥ ഉണ്ട് എന്ന് പറഞ്ഞതോടെ ബൈബിളും ഖുർആനൊക്കെ തെറ്റി, അങ്ങനെ വ്യവസ്ഥയൊന്നുമില്ല, ഇത് അവ്യവസ്ഥയാണെന്ന് പറഞ്ഞു. അതിനെ പിടിച്ചുകൊണ്ട് ദൈവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായി. ഇനിയിപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിങ് വന്നപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ജീനോം കോഡിങ് എന്ത് ചെയ്തു, മറ്റേ വേർതിരിച്ച് മനുഷ്യൻ്റെ ജീനൊക്കെ എന്ത് ചെയ്തു വേർതിരിച്ചൊക്കെ പഠിക്കാം. അപ്പോൾ മനുഷ്യനെക്കുറിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കഴിഞ്ഞു. അത് പിന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിയൊന്നുമല്ല എന്നാണ്. പക്ഷേ ഇത്രമാത്രം സങ്കീർണമായ ഒരു ജീനിയോളജി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ജീനോം റെക്കോർഡിങ് ഇതാര് നടത്തിയെന്നോ, ഇത് മനുഷ്യനും എന്നല്ല പ്രപഞ്ചത്തിൽ ആർക്കും കഴിയാത്ത, നിലവിൽ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നവർക്ക് പോലും അങ്ങനത്തെ ഒരു കോഡിങ് സാധ്യമല്ല എന്നത് മനസ്സിലാക്കാൻ തീയില്ല. അപ്പോൾ ഫ്രോയിഡ് വന്നപ്പോഴെന്തായി, ഫ്രോയിഡ് അതിൻ്റെ ഒരു ബാലപാഠം മാത്രമാണ് ഫ്രോയിഡ് എന്ത് ചെയ്തത് പറഞ്ഞ്. ഇന്ന് ഫ്രോയിഡിൻ്റെ ഇത് നിഷേധിക്കുന്നവരാണ് കൂടുതൽ. 2% പോലും ഇപ്പോഴും മനുഷ്യൻ്റെ മസ്തിഷ്കത്തെക്കുറിച്ച് പിന്നെ പഠിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാണ്. ആ ഘട്ടത്തിലാണ് ഫ്രോയിഡ് മനുഷ്യനെക്കുറിച്ച് 2-3 തിയറിയൊക്കെ കൊണ്ടുവരുമ്പോഴേക്ക് എന്തു പറയുന്നു, മനുഷ്യനെക്കുറിച്ച് നമുക്ക് അറിയേണ്ട. കാരണം മതങ്ങൾ മിക്കവാറും സംസാരിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് അതിൻ്റെ സംസ്കരണത്തെക്കുറിച്ചൊക്കെയാണല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എന്താണ് ഇത് നമുക്ക് പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ക്ലോണിങ് വന്നപ്പോൾ എന്തായി, ഒരു ആട്ടുകുട്ടനുണ്ടാക്കിയപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് ഇനി മനുഷ്യൻ ഉണ്ടാക്കപ്പെടുന്ന കാലം അതിവിദൂരമല്ല. ഞാൻ ഒരു രസകരമായൊരു വീഡിയോ ചെയ്തു. എന്താ വെച്ചാൽ ഒരാളോട് ഇതും സംവാദം പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്കൊരു വീഡിയോ കാണിച്ചു തന്നു. അതായത് ലോകത്തെ ഏറ്റവും പ്രമുഖരായ 10 ശാസ്ത്രജ്ഞന്മാർ ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു ഏർപ്പാട് തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ജീവൻ ഉണ്ടാക്കാനുള്ള അതിൻ്റെ ഏതാണ്ട് ഈ പ്രക്രിയ ചെയ്തിരിക്കുന്നു. സത്യത്തിൽ അവർ പറയുന്നതിൻ്റെ നിഷേധമാണ് എന്ന് പോലും മനസ്സിലാവുന്നില്ല. അവിടെ ശാസ്ത്രജ്ഞന്മാർ കൂടിച്ചേർന്നിട്ടുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, വളരെ ശ്രമകരമായൊരു പ്രക്രിയ നടത്തുകയാണ്, സൃഷ്ടിപ്പിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. അത് എത്രമാത്രം ശ്രമകരമാണെന്നുള്ളത് അവരോട് ചോദിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അത് വെച്ചുകൊണ്ട് സൃഷ്ടിപ്പിൻ്റെ പിറകിൽ ആരുമില്ല എന്നതാണ് വാദിക്കുക. അപ്പോൾ AI വന്നപ്പോഴും
ഇതുപോലെയുള്ള വാദങ്ങളാണ് തീരുന്നത്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ പ്രപഞ്ചത്തെക്കുറിച്ച് ജീവനെക്കുറിച്ച് ചോദിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അത് ഒന്നെന്താണ്, ഈ മാറ്റർ എന്ന് പറയുന്നതും എനർജി എന്ന് പറയുന്നതും ഈ സാധനങ്ങൾ പരസ്പരം എന്താണ്, കൺവേർട്ടബിളാണ് അല്ലെങ്കിൽ മാറ്റാൻ വരുന്നതാണ്. പക്ഷേ ഇതെങ്ങനെ, ആദ്യം ഉണ്ടായത് എനർജിയാണോ മാറ്ററാണെന്ന് ഇപ്പോഴും അറിയില്ല, ഉണ്ടായത് എന്താണെങ്കിലും അതെങ്ങനെ ഉണ്ടായി, ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ എന്ത് ചെയ്യില്ല, ഈ പ്രപഞ്ചത്തിൻ്റെ ബാക്കിയൊന്നും വിശദീകരിക്കുന്നതിൽ അർത്ഥമില്ല. ഇതുപോലെ തന്നെയാണ് ജീവൻ എന്നുള്ളത്, ജീവനില്ലാത്തൊരു വസ്തുവിൽ നിന്ന് എങ്ങനെയാണ് ജീവൻ എന്ന ഒരിതുണ്ടാവുന്നത്. അതിനിപ്പോൾ നമ്മൾ ഈ പറയുന്ന 10,000-കണക്കിന് സാധനങ്ങൾ ഒത്തുചേർന്നാൽ മാത്രമാണ് ഒരു സാധ്യത ഉള്ളത്. അതിങ്ങനെ 1/1 കൊണ്ട് കൂട്ടിയാൽ എന്താണ്, അതിൻ്റെ സാധ്യത ഏതാണ്ട് 0 ആണെന്നുള്ളതാണ്. 1:37 × 10 lakh എത്രയാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇത്രയും ഈ പിന്നെ കൃത്യമാണ് ദൈവത്തിൻ്റെ അസ്തിത്വം എന്നുള്ളത് ബോധ്യമായിട്ടും ചെറിയ കാര്യങ്ങളെ വെച്ചുകൊണ്ട് ദൈവനിഷേധം നടത്താനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ യുറേക്ക എന്ന് പറഞ്ഞ ആർക്കിമിഡിസ് ഇതുണ്ടല്ലോ, അദ്ദേഹത്തിന് പെട്ടെന്ന് എന്ത് ചെയ്തു, ഈ വെളിപാട് തോന്നിയപ്പോൾ നേരെ താൻ ബാത്ടബിലാണെന്നുള്ളതോ തുണി ഇല്ല എന്നുള്ളതൊന്നും ഓർക്കാതെ എന്ത് ചെയ്തു, അദ്ദേഹം തെരുവിലേക്ക് ഓടി എന്നാണ് കഥ. ഇതുപോലെയാണ് ശാസ്ത്രം എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചു എന്ന് കേൾക്കുമ്പോഴേക്ക് തുണി ഉരിഞ്ഞിട്ട് ഈ പറയുന്ന ആളുകൾ ദൈവനിഷേധവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ഈ ഒരു വ്യക്തികൾ നടത്തിയ ഈ പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ അവരുടെ വെളിപ്പെടുത്തലുകളുടെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്, അവർ ഇത് ദൈവനിഷേധത്തിന് വേണ്ടി ഉപയോഗിക്കുകയല്ല ചെയ്തത്, മറിച്ച് തങ്ങൾക്ക് ഇതിലൂടെ അത് ബോധ്യപ്പെട്ടു എന്നാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ദൈവം എത്രമാത്രം കാരുണ്യവാനാണ്, എത്രമാത്രം കൃത്യതയോടെയാണ് തങ്ങൾ ജീവിക്കാൻ വേണ്ട ഒരു ഭൂമിയെ, ഒരു പ്രപഞ്ചത്തെ, അതിനു ചുറ്റുമുള്ള സംവിധാനങ്ങളെയൊക്കെ രൂപപ്പെടുത്തി വച്ചിട്ടില്ല എന്നുള്ളത് വളരെ നന്ദിയോടെ വിനയത്തോടെ അവർ സ്മരിക്കുന്നു എന്നുള്ളതാണ്. അതെന്തായാലും ഇവിടെ ദൈവത്തെ നിഷേധിക്കുന്നവരുടെ കണ്ണു തുറക്കാൻ പ്രേരകമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ചർച്ചകൾ ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല, എന്നാൽ ഇപ്പോൾ ഈ ഒരു ചർച്ചയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട് എന്നാണ് തോന്നുന്നത്. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? അല്ല, അത് വളരെ സമഗ്രമായിട്ട് തന്നെ അമീത് മാഷ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ ഞാനൊരു വിശദാംശങ്ങളിലേക്ക് പോണില്ല. ഒരു ഒറ്റ കാര്യം, ആളുകള് ചിന്തിക്കേണ്ടത് ചിന്തിക്കില്ല, കാണേണ്ടത് കാണൂല, കേൾക്കേണ്ടത് കേൾക്കൂല. അതാണ് നമ്മളെ നാടിന്റെയും ആളുകളുടെ അവസ്ഥ. പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കാണ് ഈ ഒരു തിമിരം ബാധിച്ചൊരു സാഹചര്യം പലപ്പോഴും ഉള്ളത്. ഇതുപോലുള്ള ബഹിരാകാശ യാത്രകൾ, അപ്പൊ നമ്മൾ ഈ ബഹിരാകാശ യാത്ര ചർച്ച ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ഒരു സംഘമാണല്ലോ ഈ 4 പേരെന്ന് പറയുന്നത്. എന്നിട്ട് അവർ വളരെ സുരക്ഷിതമായി തിരിച്ച് എത്തുകയും ചെയ്തു. എത്തിയ ശേഷം അവർ നടത്തിയ പ്രതികരണം, അപ്പൊ ആ പ്രതികരണത്തില് ഒരു വലിയ ആശയുണ്ട്. പക്ഷെ അത് നമ്മളെ പത്രങ്ങൾ സാധാരണ ബഹിരാകാശ യാത്ര നടത്തി തിരിച്ചു വന്നാല് അവരെ കുറിച്ച് ഒരുപാട് ഫീച്ചറുകൾ, മുഖപ്രസംഗങ്ങളൊക്കെ നമ്മളെ മലയാള പത്രങ്ങൾ, നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത് ഇങ്ങനെ ഒരു വിഷയത്തെ വെച്ചുകൊണ്ട് ഇവര് തിരിച്ചു വന്ന ശേഷം പറഞ്ഞ വാചകങ്ങൾ, അതിനെ ഒന്ന് വിശകലനം ചെയ്ത് ആ വിഷയങ്ങൾ അങ്ങനെ കൊണ്ടുപോകാൻ നമ്മളെ മീഡിയകൾക്ക് എത്രത്തോളം സാധിക്കും. അവർ പറഞ്ഞ വാചകങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു പോകണം എന്ന് തോന്നുന്നു. അത് അത്രക്ക് പ്രധാനമാണ്. അവർ പറഞ്ഞതാണ്, യാത്രക്ക് മുമ്പ് ഇത് ഭൂമിയിലെ ഏറ്റവും വലിയ സ്വപ്നം പോലെ തോന്നും, എന്നാൽ ബഹിരാകാശത്തെത്തിയാൽ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും അടുത്തേക്ക് എത്രയും പെട്ടെന്ന് മടങ്ങാനാണ് ആഗ്രഹം. മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കുന്നത് വളരെ പ്രത്യേകതയുള്ള അനുഭവമാണ്. ഇത് വളരെ വികാരാധീനനായിട്ട് കമാൻഡർ റീഡ് വൈസ്മാൻ എന്ന ആ സംഘത്തിലുള്ള ആള് പറഞ്ഞാണ്. അതായത് ഭൂമിയാണ് വിടുമ്പോൾ ഭൂമിക്ക് വരാനാണ് ഭൂമിയുടെ ഒരു ആകർഷണ അവസ്ഥ ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് മനസ്സും. ഭൂമി വിടുമ്പോൾ ഭൂമിയിലേക്ക് വരാൻ തോന്നുന്നുവെന്നാണ്. അതുപോലെ കൂടെ മറ്റൊരാൾ പറഞ്ഞത്, ബഹിരാകാശത്ത് നിന്ന് കണ്ട ഭൂമി തന്നെ അമ്പരിപ്പിച്ചുവെന്ന് ഒരു സംഘത്തിലെ മറ്റൊരംഗമായ ക്രിസ്റ്റീന കൗച്ച് പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഭൂമി മാത്രമല്ല, അതിനെ പൊതിഞ്ഞിരിക്കുന്ന കറുത്ത ശൂന്യതയും തന്നെ അത്ഭുതപ്പെടുത്തി. പ്രപഞ്ചത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു ജീവൻ രക്ഷാ ബോട്ട് പോലെയാണ് ഭൂമിയെന്നും അവർ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അവിടെ പോയി അവിടുന്ന് നോക്കുമ്പോൾ, ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അവർ പറഞ്ഞ വാചകങ്ങൾക്ക് ഒരു ജീവൻ രക്ഷാ ബോട്ട് പോലെ തോന്നി
എന്നതാണ്. അപ്പൊ ഇവിടെ അവരെല്ലാവരും ഒരുമിച്ച് പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഭൂമിയുടെ നിസ്സാരതയും അതിന്റെ സംരക്ഷണത്തിന്റെ ആവശ്യകതയും ഊന്നിക്കൊണ്ടാണ്. ഇതിപ്പോ മാത്രമല്ല, 1990 അതായത് വോയേജർ ബഹിരാകാശ പേടകം, അത് 1990 ഫെബ്രുവരി 14 അത് പിന്നെ ഭൂമിയുടെ ചിത്രം അവർ ചിത്രീകരിച്ചത്. ആ ഒരു സംഭവത്തിലും തന്നെ അന്ന് അവർ പറഞ്ഞ വാചകങ്ങൾ ഇപ്പൊ നമ്മളൊന്ന് ഇതിലേക്ക് ചേർത്ത് വെക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അതായത് എ വിഷൻ ഓഫ് ദ ഹ്യൂമൻ ഫ്യൂച്ചർ ഇൻ സ്പേസ് എന്നൊരു പുസ്തകം തന്നെ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ആ പുസ്തകത്തില് പിന്നെ ഈ ചിത്രത്തെ കുറിച്ച് അതായത് അവര് ആ കാലഘട്ടത്തിൽ പോയിട്ട് അവരെന്ത് ചെയ്തു, ഭൂമിയുടെ ഒരു ഫോട്ടോ എടുത്തു. ആ ഭൂമിയുടെ ഫോട്ടോ എടുത്തപ്പോ ഒരു നീല പിന്നെ ഡോട്ട് പോലെ അതായത് പിന്നെ ഈ കാണുന്നത് ഭൂമിയാണ്, ഒരു നീല പുള്ളി, ഒരു നീല കുത്തു പോലെ അങ്ങനെയാണ് കണ്ടത് എന്നുള്ളതാണ്. എന്നിട്ട് അതിലേക്ക് നോക്കിയിട്ട് അവര് പറയണത്, ആ പൊട്ടിലേക്ക് നോക്കൂ, അതാണ് നമ്മുടെ വീട്, അതാണ് നമ്മൾ, അതിൽ നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരും, നിങ്ങൾക്കറിയാവുന്ന എല്ലാവരും, നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്ന ഓരോ മനുഷ്യനും അവരുടെ ജീവിതം ജീവിച്ചു തീർത്തു. ഒരു സൂര്യരശ്മിയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു പൊടിപടലം. പിന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ചിത്രം മനുഷ്യന്റെ അഹങ്കാരങ്ങളെ ചോദ്യം ചെയ്യുകയും ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മുടെ ഗ്രഹം എത്ര ചെറുതും ദുർബലവുമാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. പരസ്പരം കൂടുതൽ ദയയോടെയും സഹാനുഭൂതിയോടെയും പെരുമാറാനും നമുക്ക് അറിയുന്ന ഒരേ ഒരു വീടായ ഈ മങ്ങിയ നീലപ്പൊട്ടിനെ സംരക്ഷിക്കാനും ഈ ചിത്രം നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇത് ബഹിരാകാശ ഗവേഷണത്തിന്റെ ശാസ്ത്രീയ നേട്ടങ്ങൾക്കപ്പുറം മനുഷ്യന്റെ നിലനിൽപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു തത്വചിന്താപരമായ കാഴ്ചപ്പാട് നൽകി എന്നതാണ്. എത്ര കൃത്യമാണ് വാചകങ്ങൾ നോക്കൂ. ഇനി അതിലേക്ക് ചേർത്ത് പിന്നെ വിശുദ്ധ ഖുർആൻ ഭൂമിയെക്കുറിച്ച് പറഞ്ഞ ചില ആയത്തുകൾ മാത്രം പറയാം, സമയത്തിനെ ചുരുക്കി പറയാം. ഒന്ന്, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ, നിങ്ങൾക്കായി ഭൂമിയെ ഒരു വിരിപ്പും ആകാശത്തെ ഒരു മേൽക്കൂരയുമാക്കിയവൻ എത്രേ അവൻ. പിന്നെ നോക്കൂ നിങ്ങൾ, സൂറത്ത് മുൽക്കിൽ 67 അധ്യായം 15 ആയത്ത്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി, അവനത്രേ ഭൂമിയെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നവൻ, അതിനാൽ അതിന്റെ തോളുകളിലൂടെ അഥവാ ദിക്കുകളിലൂടെ നിങ്ങൾ നടക്കുകയും അവന്റെ വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു കൊള്ളുക. സൂറത്ത് നബയിലെ 6 മുതൽ 7 വരെയുള്ള ആയത്ത്, അലം നജഅലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ, ഭൂമിയെ നാം ഒരു വിരിപ്പാക്കിയില്ലേ, പർവ്വതങ്ങളെ ആണികളുമാക്കിയിട്ടില്ലേ. 20 അധ്യായം 53 ആയത്ത്, അല്ലദീ ജഅല ലക്കുമുൽ അർള മഹ്ദൻ വസലക ലക്കും ഫീഹാ സുബുല, നിങ്ങൾക്കായി ഭൂമിയെ ഒരു തൊട്ടിലാക്കുകയും നിങ്ങൾക്കതിൽ വഴികൾ സൗകര്യപ്പെടുത്തുകയും ചെയ്തവൻ എത്രയാവൻ. 7 അധ്യായം 10 ആയത്ത്, വലഖദ് മക്കന്നാകും ഫിൽ അർളി വജഅൽനാ ഫീകും ഫീഹാ മആയിശ ഖലീലൻ മാ തശ്കുറൂൻ, തീർച്ചയായും ഭൂമിയിൽ നാം നിങ്ങൾക്ക് സൗകര്യങ്ങൾ നൽകുകയും നിങ്ങൾക്ക് അവിടെ ജീവിത വിഭവങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു, കുറഞ്ഞ രൂപത്തിൽ മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. ഖലീലൻ മാ തശ്കുറൂൻ, ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പൊ നോക്ക് നിങ്ങൾ, ഖുർആൻ ഭൂമിയെ കുറിച്ച് പറഞ്ഞത് അത് വിരിപ്പാണ്, അത് തൊട്ടിലാണ് എന്നൊക്കെ ആ രീതിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. നേരത്തെ എഴുതിയ ആളുകള്, ഞാൻ ആ ബുക്കിൽ നിന്ന് വായിച്ചല്ലോ, ആ മങ്ങിയ നീല പൊട്ടിനെ അവര് പറഞ്ഞത് എന്താണ്, ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അഹങ്കാരം നമ്മൾ ഒഴിവാക്കി വളരെ വിനയാന്വിതരായി ഈ ഭൂമിയുടെ വിശാലത നമുക്ക് മനസ്സിലാവും, അതിന്റെ അനുഭവം നമുക്ക് ക്ലിയർ ആവും. ഇത് കൃത്യമായിട്ട് നേരിട്ട് പിന്നെ ബഹിരാകാശത്ത് പോയി അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഭൂമിയുടെ ഈ ഒരു അവസ്ഥ അവർക്ക് മനസ്സിലാകുന്നത്. ഇതെത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുത്തും വായനയും അറിയാത്ത, ബഹിരാകാശത്തെ കുറിച്ച് കൃത്യമായി നിലക്ക് സയന്റിഫിക് ആയിട്ട് അറിയാൻ കഴിയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെയാണ് എന്ത് ചെയ്തത്, ഈ ഭൂമിയെ കുറിച്ച് ഇപ്പൊ ഇവർ പിന്നെ കണ്ട് പറഞ്ഞ സംഗതികൾ കൃത്യമായിട്ട് വരച്ചു കാണിക്കുന്നത്. അപ്പൊ എന്താ ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ കൂടെ എത്ര നമ്മൾ സഞ്ചരിക്കുന്നുവോ ആ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള സ്രഷ്ടാവിലേക്ക് സ്വാഭാവികമായും മനുഷ്യന്റെ ആ ഒരു ഫിത്രത്ത് എന്ന് പറയും, അവന്റെ പ്രകൃതി, അവന്റെ പ്രകൃതത്തിലുള്ളത് എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. അതാണ് ഈ ബഹിരാകാശ സംഘത്തിന്റെ ആ 4 ആളുകൾ വന്ന് ഇന്റർവ്യൂ കൊടുത്തപ്പോൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്ത്, ഇത് ഞങ്ങൾ വിനയാന്വിതരാകുന്നു, അഹങ്കാരം ഉപേക്ഷിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ മാത്രവാദികൾ ഈ ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് ദൈവമല്ലാന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇത് കൂടുതൽ ചർച്ച ചെയ്ത് പഠിക്കുമ്പോൾ ദൈവമുണ്ട് എന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അതുകൊണ്ട് ഈ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് മാനവരാശി കൂടുതൽ ഇതിന്റെ പിന്നിലുള്ള സ്രഷ്ടാവിനെ കുറിച്ച് അറിയണം. ഇപ്പൊ ഒരു വീട് നമ്മൾ കണ്ടാൽ ആ വീടിന്റെ ഭംഗി നമ്മൾ ആസ്വദിക്കുമ്പോൾ അതിന്റെ
എഞ്ചിനീയർ ആരാണെന്നാണ് നമ്മൾ അന്വേഷിക്കുക. ഒരു വാഹനം നമ്മൾ കാണുമ്പോൾ അതിന്റെ കമ്പനി ഏതാണെന്ന് അന്വേഷിക്കുക. എന്നാൽ ഇതിനൊക്കെ അവസാനത്തൊക്കെ മനുഷ്യന്മാരിലേക്ക് എത്തുക. ആ മനുഷ്യനെ ആര് സൃഷ്ടിച്ചു, ഈ പ്രപഞ്ചത്തെ ആര് സൃഷ്ടിച്ചു എന്നിടത്തേക്ക് കൂടി മനുഷ്യന്റെ ചിന്തയും ചർച്ചയും പോകണം. അപ്പോഴേ മനുഷ്യനാകുന്നുള്ളൂ, ബുദ്ധിയുള്ളവനാകുന്നുള്ളൂ. അല്ലെങ്കിൽ വിഡ്ഢിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമല്ല.